ശ്രീനാരായണ ഗുരുവിന്റെ വരികളെയൊക്കെ മൊത്തം തെറ്റിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം അതുപോലും ശരിക്കും നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അന്നവസ്ത്രാദി നൽകുന്നത് CPM ആണ്, അതുകൊണ്ട് CPM ആണ് ദൈവം എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കിറ്റും പെൻഷനും കൊടുത്താണ് അധികാരത്തിൽ വന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കിറ്റിനെ അത്ര ഇതായിട്ടാണ് അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു നിസ്സഹായതയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ ആശാ വർക്കർമാരൊക്കെ വെറും ഒരു 100 രൂപയ്ക്ക് വേണ്ടി സമരം നടത്തുകയാണ്. അപ്പോൾ സർക്കാർ ഇപ്പം എത്രയോ കോടി രൂപ ചിലവാക്കി കേരളം മുഴുവൻ കാരണഭൂതൻ്റെ ഫ്ലെക്സുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ദൈവങ്ങളാണ്. കാരണം ദൈവങ്ങളുടെ ആണല്ലോ നമ്മുടെ ഓരോ സ്ഥലത്ത് ഫോട്ടോകൾ വെച്ച് പൂജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദൈവമായി തന്നെ കാണേണ്ടി വരും മിക്കവാറും. ഇനി അങ്ങോട്ട് അതായിരിക്കും ഇനി കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ. 3ാം തവണ കൂടി ഇവർ ഭരണത്തിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ അമ്പലങ്ങളിലും ഇവരുടെ ഫോട്ടോ കാണാം. അത് തൊഴുതിട്ട് പോവാത്തവർക്ക് പിന്നെ ഫൈൻ അടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിരിക്കും ജയരാജൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്തരം വിഡ്ഢിത്തരം ഇപ്പോ ഇരുന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ അടിമാലിയിൽ ഉള്ള ഒരു അന്നം, എനിക്ക് എപ്പോഴും അവരെയാണ് ഓർമ്മ വരുന്നത്. കാരണം 84-85 വയസ്സായ അന്നമ്മ ചേട്ടത്തി ഒരു പിന്നെ എന്താ പറയുക, ഒരു ചട്ടിയും എടുത്ത് പിച്ച തെണ്ടാൻ ഇറങ്ങുകയാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതായിട്ട് 3-4 മാസമായി, മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെയാണ് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. 3-4 മാസത്തെ പെൻഡിങ് ഒക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് സർക്കാർ ഈ ആഘോഷങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം വട്ടപൂജ്യമാണ്. പിന്നെ ആഘോഷിക്കാൻ ഓരോ കാരണങ്ങൾ എന്ന് പറയുന്നത് പോലെ നവകേരള ബസ് വാങ്ങിയപ്പോൾ പറഞ്ഞു ഇത് എന്തിനാണ് ഇത്രയും കോടികൾ ചെലവാക്കി ബസ്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിന്നെ എന്താ പറയുക മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് എന്ന് പറഞ്ഞ് മ്യൂസിയത്തിൽ വെക്കുമെന്നാണ്.